നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് കണ്ണിനെയാണ്. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഈ ലോകത്തെ കാണുന്നത്, അനുഭവിക്കുന്നത്, അറിയുന്നത് ഇതെല്ലാം സാധ്യമാക്കുന്നത് നമ്മുടെ കണ്ണിൽ കൂടാണ്. പക്ഷേ കണ്ണ് എങ്ങനെയാണ് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് അത് നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പം മനുഷ്യൻ്റെ കണ്ണും കണ്ണിൻ്റെ ഘടനയെക്കുറിച്ചുമാണ് നമ്മളിന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ണിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നമുക്ക് പറയാം കോർണിയയാണുള്ളത്. അത് കണ്ണിൻ്റെ പുറത്തെ സുതാര്യമായ കവചമാണ് കോർണിയ എന്ന് പറയുന്നത്. വെളിച്ചം ആദ്യം ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ടാമത്തതാണ് ഐറിസ്. കണ്ണിന് നിറം നൽകുന്നത് ഐറിസ് ആണ്. ഇത് വെളിച്ചത്തിൻ്റെ അളവിനനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കുന്നു. അതായത് ഒരുപാട് വെളിച്ചം വരാൻ നേരം ഇത് ചുരുങ്ങുകയും വെളിച്ചം കുറവായിരിക്കുമ്പോൾ ഇത് വികസിക്കുകയും ചെയ്തിട്ടാണ് നമുക്ക് കാഴ്ച കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. മൂന്നാമത്തതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. കണ്ണിൻ്റെ നടുവിലത്തെ കറുത്തതായിട്ട് കാണുന്നില്ലേ, അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. വെളിച്ചം കണ്ണിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇതിലൂടെയാണ്. അടുത്തത് ലെൻസ്. അത് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന വെളിച്ചത്തെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നു. അതായത് ഒരു ചിത്രം സുതാര്യമായി കാണാനാകുന്നത് ലെൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അടുത്തത് റെറ്റിന. കണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റെറ്റിന. റെറ്റിന ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്തെ ഇമേജായിട്ട് മാറ്റും. ഈ വന്ന വെളിച്ചത്തെ ഒരു ചിത്രമാക്കി മാറ്റുന്നത് റെറ്റിനയിലാണ്. അടുത്തത് ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കണ്ണിൽ കിട്ടിയ ചിത്രത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് ഈ ഒപ്റ്റിക് നെർവാണ്. ഇത്രയാണ് കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ബാക്കി. ഓക്കെ, നമുക്ക് കണ്ണിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വസ്തു നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പ്രകാശം ആദ്യം കോർണിയയിലൂടെ കണ്ണിനുള്ളിലേക്ക് കടക്കുന്നു. പിന്നീട് ഐറിസ് വെളിച്ചത്തിൻ്റെ അളവിനെ ആശ്രയിച്ച് ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കും. അതിനുശേഷം വെളിച്ചം ലെൻസിലൂടെ റെറ്റിനയിലേക്കാണ് പോകുന്നത്. റെറ്റിന വെളിച്ചത്തെ ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി മാറ്റും. ഇവ ഒടുവിൽ ഒപ്റ്റിക്കൽ നെർവിലൂടെ തലച്ചോറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ആ വിവരങ്ങൾ ദൃശ്യമാക്കപ്പെടുന്നത്. ഓക്കെ, കണ്ണിനെക്കുറിച്ച് കുറച്ച് താത്വികമായിട്ടുള്ള കൗതുകങ്ങളും കൂടി പറഞ്ഞുതരാം. കണ്ണ് ഏകദേശം 2.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ളതും 7 ഗ്രാം ഭാരമുള്ളതുമാണ്. കണ്ണിന് 576 മെഗാപിക്സൽ റെസൊല്യൂഷനാണുള്ളത്. ഒരു സെക്കൻഡിൽ 100ഓളം ഇമേജുകളെ തിരിച്ചറിയാൻ കണ്ണിന് സാധിക്കുന്നുണ്ട്. കണ്ണിൻ്റെ സ്വഭാവ നിറം നിർണ്ണയിക്കുന്നത് ജീനുകളിലാണ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് കണ്ണിൻ്റെ കുറച്ച് സവിശേഷതകൾ പറയാനുള്ളത്. ഇനി PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പറയാം. കണ്ണിൻ്റെ ആകൃതി എന്താണെന്നുള്ളത് ബോൾ ആകൃതിയിലാണുള്ളത്. പിന്നെ പ്രകാശം പ്രഥമമായി കടന്നു പോകുന്നത് ഏത് ഭാഗത്തിലൂടെയാണ്? കോർണിയയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ചിത്രം രൂപപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗം എന്ന് പറയുന്നത് റെറ്റിനയാണ്. ഇനി ഇമേജ് കൈമാറുന്നത് എങ്ങനെയാണെന്നത്, അതായത് ഒപ്റ്റിക്കൽ നെർവിലൂടെയാണ് ഇമേജ് കൈമാറുന്നത്. ഇതൊക്കെയാണ് മുൻപ് വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാം അതും കൂടി നമുക്ക് നോക്കാം. അപ്പം 20-20-20 എന്ന് പറയുന്ന റൂൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, 20 മിനിറ്റായിട്ട് ഇപ്പം നമ്മൾ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ നേരം അടുത്തുള്ളൊരു വസ്തുവിനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് കേടാണ്. അപ്പം ഓരോ 20 മിനിറ്റിന് ശേഷവും 20 അടി ദൂരമുള്ളൊരു വസ്തുവിനെ 20 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് ഒരു റിലാക്സേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക, തെളിച്ചം കുറഞ്ഞ സ്ക്രീനുകൾ, ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനുകൾ ഉപയോഗിക്കാതിരിക്കുക, കണ്ണ് ചലിപ്പിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുക, കോൺസെൻട്രേറ്റ് ആയിട്ട് ഒരുപാട് നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. ഓക്കെ, ഉറക്കം പ്രാധാന്യമുള്ളതാണ് കണ്ണിന്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് കണ്ണിൻ്റെ പ്രധാന ഘടകങ്ങളെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെയാണ്, അതൊന്നുകൂടി വിശദമായിട്ട് പറയാം. വിശദമായിട്ട് നോക്കുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ 6 പറഞ്ഞുള്ളൂ, നമുക്ക് 10 എണ്ണത്തോളം പറയാനുണ്ട് കണ്ണിൻ്റെ ഘടകങ്ങളെക്കുറിച്ച്. അതായത് ഓരോ ഘടകങ്ങളും അതിൻ്റെ സ്ഥാനങ്ങൾ എവിടെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണിയ. കോർണിയയുടെ സ്ഥാനം എന്ന് പറയുന്നത് കണ്ണിൻ്റെ മുൻഭാഗത്തെ സുതാര്യമായ ഭാഗമാണ്
കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രധാന ജോലി എന്താണ്? വെളിച്ചം ആദ്യമായിട്ട് കടക്കുന്നത് കോർണിയയിലൂടെയാണ്. ഫോക്കസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് കോർണിയ. കോർണിയയ്ക്ക് രക്തക്കുഴലുകളില്ല. ഇത് ഓക്സിജൻ നേരിട്ട് വായുവിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. ഇതൊരു പ്രധാന ചോദ്യമായിരുന്നു. ഓക്സിജൻ നേരിട്ട് വായുവിൽ നിന്ന് സ്വീകരിക്കുന്ന കണ്ണിൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോർണിയയാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കോർണിയയ്ക്ക് പിന്നിലായിട്ട് പ്യൂപ്പിളിനെ ചുറ്റിപ്പറ്റിയാണ്. ഇതിൻ്റെ പ്രധാന ജോലി എന്താണ്? കണ്ണിൻ്റെ നിറം നിർണ്ണയിക്കുകയും പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ഐറിസിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അടുത്തത് പ്യൂപ്പിളാണ്, മൂന്നാമത്തെ കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. ഇത് ഐറിസിൻ്റെ നടുവിൽ കറുത്തതായിട്ട് കാണപ്പെടുന്നതാണ് ഈ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രധാന ജോലി എന്താണ്? വെളിച്ചം കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് ഇതിൻ്റെ അകത്തൂടാണ്. ഇതിൻ്റെ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് കാഴ്ച ക്ലിയറായിട്ട് കിട്ടുന്നത്. അക്വസ് ഹ്യൂമറാണ് നാലാമത്തെ കണ്ണിൻ്റെ പ്രധാനമായിട്ട് ഘടകം. സ്ഥാനം എന്ന് പറയുന്നത് ഇതാണ് കോർണിയയുടെയും ലെൻസിൻ്റെയും ഇടയിൽ ജലസമൃദ്ധമായിട്ടുള്ള ഒരു ദ്രാവകം. കണ്ണിൻ്റെ ആകൃതി നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ജോലി. ഇത് കണ്ണിൻ്റെ ഉൾമേഖലയിലെ സമ്മർദ്ദം സ്ഥിരമായിട്ട് നിലനിർത്തുകയും ചെയ്യും. അടുത്ത അഞ്ചാമത്തെ കണ്ണിൻ്റെ പ്രധാന ഘടകമാണ് ലെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ഥാനം ഐറിസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് ലെൻസിൻ്റെ സ്ഥാനം. ഇതിൻ്റെ പ്രധാന ജോലി എന്താണ്? വെളിച്ചം റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പുറത്തുനിന്ന് വരുന്ന വെളിച്ചത്തെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ലെൻസിൻ്റെ പ്രധാന ജോലി. ഇത് പ്രതിഫലിത ദൃശ്യമായി റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാനും സഹായിക്കും. അടുത്തത് സിലിയറി മസിൽസ് ആണ്. ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ലെൻസിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ സ്ഥാനം കാണുന്നത്. പ്രധാന ജോലി എന്ന് പറയുന്നത് ലെൻസിൻ്റെ ആകൃതി ക്രമീകരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ജോലി. ദൂരം അനുസരിച്ച് ദൃഷ്ടിയെ ക്രമീകരിക്കുന്നു, അതാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ നമ്മളൊരു അക്വസ് ഹ്യൂമർ പറഞ്ഞായിരുന്നു. അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കോർണിയയും ലെൻസിനും ഇടയിലുള്ളതാണ്. ഇനി വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള ജെല്ലി പോലെയുള്ള ദ്രാവകമാണ്. ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് കണ്ണിന് ആകൃതി നിലനിർത്തുന്നത് തന്നെയാണ്. ഇത് റെറ്റിനയെ പിന്തുണയ്ക്കുകയും ആന്തരിക സമ്മർദ്ദം നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഏകദേശം അതിൻ്റെ രണ്ടും പ്രവൃത്തി ജോലി ഒന്നാണ്. അടുത്ത പ്രധാന ഘടകമാണ് റെറ്റിന എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഭിത്തിയാണ് റെറ്റിന. രണ്ട് തരം സെല്ലുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് റോഡ് സെല്ലുകളും രണ്ട് കോൺ സെല്ലുകളും. ഒന്ന് റോഡ് സെല്ലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പും വെളുപ്പും കാഴ്ചകളെ കാണിക്കുകയും ചെയ്യുന്നു. കോൺ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അടുത്ത കണ്ണിൻ്റെ പ്രധാന ഘടകമാണ് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. റെറ്റിനയുടെ പുറത്ത് നിന്ന് പോകുന്ന നാഡിയാണ്. അതായത് റെറ്റിനയിൽ നിന്ന് ലഭിക്കുന്ന ഇലക്ട്രിക് സിഗ്നലുകളെ തലച്ചോറിലേക്ക് അയക്കുകയാണ് ഈ ഒപ്റ്റിക് നെർവ് ചെയ്യുന്നത്. ഒപ്റ്റിക് നെർവിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന പ്രശ്നം കാഴ്ച നഷ്ടത്തിന് വരെ കാരണമായേക്കാം. കാര്യം നമ്മളൊരു സാധനം കണ്ണിൽ കണ്ടു, അത് തലച്ചോറിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നത്. അത് തലച്ചോറിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കണ്ടതെന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അടുത്തത് സ്ക്ലേറിയ. കണ്ണിൻ്റെ വെളുത്ത പുറംഭാഗമാണ്. കണ്ണിന് ആകൃതിയും ശക്തിയും നൽകുന്നത് സ്ക്ലേറിയയാണ്. കണ്ണിൻ്റെ സംരക്ഷണത്തിന് കൂടിയാണ് ഇത് നിലനിൽക്കുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ കണ്ണിന് രണ്ട് പ്രധാന ഫംഗ്ഷനുകളുണ്ട്. ഒന്ന് വെളിച്ചം സ്വീകരിച്ച് ഫോക്കസ് ചെയ്യുക, വിവരങ്ങൾ തലച്ചോറിലേക്ക് കൈമാറുക. ഇതിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, സിലിറിയസ് മസിൽ, പിന്നെ റെറ്റിന, ഒപ്റ്റിക് നെർവ്, വിട്രിയസ് ഹ്യൂമർ ആൻഡ് സ്ക്ലേറിയ. ഇപ്പം ഏകദേശം നമ്മൾ കണ്ണിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് പഠിച്ചു. അതായത് മനുഷ്യൻ്റെ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഘടനയും പ്രവർത്തനവും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഓരോ ദിവസവും അനായാസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് വളരെ കുറച്ച് മാത്രം മനസ്സിലാവുന്നൊരു അവയവമാണ്. കണ്ണുള്ളവനെ കണ്ണിൻ്റെ വില മനസ്സിലാവൂ എന്ന് പറയുന്നത് കണ്ണ് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പുതിയ വിദ്യാർത്ഥി അനുകൂല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.